ഇപ്പോൾ ഉഷ ഹസീന എന്ന നടിയുടെ മുൻകാല അനുഭവങ്ങൾ ഇപ്പോൾ ചില കാര്യങ്ങൾ അവരുടെ തുറന്നു പറച്ചുകളിൽ അഭിനയം കേട്ടല്ലോ. എന്താണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ അവരെ പോലുള്ള ആളുകൾ കടന്നു വരണമെന്ന് തന്നെയാണ് ഞങ്ങളും ചിന്തിക്കുന്നത്. ഞങ്ങളിതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും സംഘടനകൾ തമ്മിലുള്ള ഇൻറ്റേർണൽ ഫൈറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഉഭയസമ്മതപ്രകാരം പോയ കാര്യങ്ങളെ പറ്റിയോ ഒന്നും ഞങ്ങൾ ബോധവാന്മാരോ അല്ലെങ്കിൽ ഞങ്ങൾ അതിനകത്ത് കൺസേൺഡോ അല്ല. ഈ രണ്ട് കാര്യത്തിൽ ഞാൻ ആദ്യം തന്നെ വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ അമ്മ സംഘടനയും WCCയും തമ്മിലുള്ള ഇൻറ്റേർണൽ ഫൈറ്റോ, അമ്മ സംഘടനയിലെ ഇൻറ്റേർണൽ ഫൈറ്റോ, WCCയിൽ ആളെ ചേരാത്തതോ ഇതൊന്നും നമ്മുടെ കൺസേണിൻ്റെ ഭാഗമല്ല എന്നുള്ളത് ആദ്യമേ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ ഒരു ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു മുൻ ജുഡീഷ്യൽ ഓഫീസറുടെ അടുത്ത് പറഞ്ഞ് അത് സീരിയസ് ആയ ഒരു ക്രൈമായി ഇവിടെ നിലനിൽക്കുമ്പോൾ അതിനെതിരെ കേസെടുക്കാതെ അത് ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഒത്തുതീർപ്പ് സർക്കാരായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഇതിനകത്തുള്ള കൺസേൺ. ഇപ്പോൾ അവർ ഈ ശ്രീമതി ഉഷ അവസാനം പറഞ്ഞ പോയിന്റ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഇതുവരെ നടന്ന വിഷയങ്ങളിൽ ഒരു ക്രൈം എടുത്ത് അതിനകത്ത് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി എടുത്താൽ നാളെ ഈ മേഖല ശുദ്ധീകരിക്കപ്പെടും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതെടുത്തതിന് ശേഷം നമുക്ക് കോൺക്ലേവ് നടത്താം, നമുക്ക് സെറ്റിൽമെന്റുകൾ നടത്താം, നമുക്ക് ഈ മേഖലയിൽ പുതിയ മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ കൊണ്ടുവരാം. ആദ്യം നമ്മളുടെ മുമ്പിലുള്ളത് ഇതുവരെ നടന്ന വിഷയങ്ങളെക്കുറിച്ചാണ്. അത് പെൺവാണിഭം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബലാത്സംഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടും നടപടിയും സർക്കാരും ഉദ്യോഗസ്ഥരും എടുക്കണം. അതാണ് പ്രതിപക്ഷത്തിന്റെ ആദ്യത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം നമുക്കിത് ശുദ്ധീകരിക്കാനുള്ള നടപടികൾ, അത് കോൺക്ലേവ് നടത്താം അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് പോകാമെന്നുള്ളത്. അതിനകത്തായിട്ട് കൂടുതൽ ആളുകൾ അഗ്രീഡ്. ഇപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള വരുന്ന ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ധൈര്യപൂർവ്വം ഇപ്പോൾ പുതുതലമുറയാണ്, ഇങ്ങനെ ആരെയും മൈൻഡ് ചെയ്ത് ഒരു പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് കലാമേഖലയിൽ പിടിച്ചു നിൽക്കണമെന്നുള്ളതില്ല. കാരണം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളും നമ്മുടെ മാധ്യമ സൃഷ്ടി തന്നെ ഒരു പുതിയ തലത്തിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു നിസ്സാര പവർ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കലാമൂല്യങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ളൂ എന്നൊരവസ്ഥയില്ലേ. ഇപ്പോൾ ശ്രീമതി ഉഷയൊക്കെ പറഞ്ഞ പഴയ കാലഘട്ടത്തെക്കുറിച്ച് അവരുടെ പരിമിതികളെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ ഇന്ന് ആ പരിമിതികളില്ല. നിങ്ങളെ അംഗീകരിക്കുന്ന വെബ് സീരീസുകളായിക്കൊള്ളട്ടെ, നിങ്ങൾ നാളെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ട ായിക്കൊള്ളട്ടെ, കലാമൂല്യമുള്ളതാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറായ വലിയ ജനത ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായി ആ മേഖലയെക്കുറിച്ച് പറയാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അത് കലാരംഗത്ത് നിന്നുള്ള ബഹുമാന്യരായ ആളുകൾ തുറന്നു പറയണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അങ്ങനെ തുറന്നു പറഞ്ഞാൽ അവരോടൊപ്പം ഒരു സംഘടന എന്നുള്ളതിൽ നിലകൊള്ളാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ശരി, വളരെ നന്ദി അബിൻ വർക്കി, ഉഷ ഹസീന ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.